ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗ് റോഡ് ട്രിപ്പാണ്. റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചുമ്മാ കാറിൽ പോയി യാത്ര ചെയ്യണു, പിന്നെ വല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് അടിക്കണു, സിനിമ കാണുന്നു, അങ്ങനത്തെ ചെറിയൊരു സംഭവങ്ങളാണ് ഞാൻ വ്ളോഗായിട്ട് ഇട്ടേക്കണേ. പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഫുഡ് സിനിമ കാണുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ ഈ വ്ളോഗിൽ കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ മമ്മി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ടാണ്. ബിരിയാണി മസാല അച്ഛൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റിൽ കുക്കിംഗ് മെത്തേഡൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ബിരിയാണി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു വ്ളോഗ് തയ്യാറാക്കാം. ബിരിയാണി മസാലയുടെ പാക്കറ്റിൻ്റെ ബാക്കിൽ കണ്ടോ അറബിയിൽ എഴുതിയേക്കണത്. അപ്പോൾ സിനിമ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കണേ. അപ്പോൾ ബിരിയാണിയിൽ നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് ബിരിയാണി മസാലയൊക്കെ ഇട്ടിട്ട് ബിരിയാണി കഴിക്കാനായിട്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു സിപ്പപ്പ് അനിയെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് മാറി സിനിമ കാണാൻ പോണത്. അപ്പോൾ ഇത് എല്ലാവരെയും ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഹെലനും ഹെൻസലും വന്നില്ല. ഹെൻസലിന് പനിയായതുകൊണ്ട് അവർ രണ്ടുപേരും വന്നില്ല സിനിമ കാണാൻ. അപ്പോൾ ബാക്കി എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഞങ്ങളങ്ങനെ ടാറ്റ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞങ്ങളപ്പോൾ ബാൻഡ്ര മൂവി കാണാൻ പോവാണ്. നമ്മുടെ ഇരിങ്ങാലക്കുട മാസ് എന്ന തിയേറ്ററിലാണ് സിനിമ ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു രാത്രി 7 മണിത്തെ ഷോയാന്ന് തോന്നുന്നു നമ്മൾ ബുക്ക് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇരിങ്ങാലക്കുട സ്റ്റാൻഡ് വഴിയാണ് പോയത്. ഇരിങ്ങാലക്കുട സ്റ്റാൻഡ് വഴി പോയത് നമുക്ക് അവിടെ തൊട്ടടുത്തൊരു മൊക്ക കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. അത് ഫേമസ് ആണ്. അപ്പോൾ രാത്രി സമയങ്ങളിലാണ് കൂടുതൽ പേരും അവിടുത്തെ മസാല ടീയും അങ്ങനെ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ അവിടേക്ക് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തുകൊണ്ടും അവിടെ തിരക്കായതുകൊണ്ടും നമുക്കവിടെ കയറാൻ പറ്റിയില്ല മൊക്ക കഫേ. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഞങ്ങൾ പോവുകയാണെങ്കിൽ മൊക്ക കഫേനെ പറ്റി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനെപ്പറ്റി ഒരു വ്ളോഗ് റെഡിയാക്കി തരാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് ഇനി സിനിമ കാണാൻ വൈകണ്ടെന്ന് വെച്ച് നേരെ വിട്ടു തിയേറ്ററിലേക്ക്. അങ്ങനെ സിനിമയൊക്കെ കണ്ടു. ഇൻ്റർവെല്ലായി. ഇപ്പോൾ നമ്മുടെ ദിലീപിൻ്റെയും തമ്മിലേയും മമത മോഹൻദാസിൻ്റെയൊക്കെ മൂവിയാണ് ബാൻഡ്ര. ഇൻ്റർവെല്ലായിപ്പോൾ പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇരിങ്ങാലക്കുടയ്ക്ക് വരാണെങ്കിൽ നമ്മൾ വെല്ലിമിച്ചിരി വീട്ടിലേക്ക് കയറിയിട്ട് പോകാറില്ല. ഞാൻ മുൻപ് ചെട്ടിക്കാട് ഒരു വ്ളോഗിലിട്ടിരുന്നു ഇവിടെ തൊട്ടടുത്ത് വെല്ലിമിച്ചിരി വീടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് സിനിമ കൊണ്ട് കഴിഞ്ഞിട്ട് വെല്ലിമിച്ചിരി വീട്ടിലേക്ക് കയറി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ വെല്ലിമിച്ചി ഓറഞ്ചും കൊള്ളി വറുത്തത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേശമേ വെച്ചെന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഓറഞ്ചൊക്കെ പൊളിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഹെൻസുവിന് ഞാൻ പാല് കൊടുക്കുക അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ വിളിക്കുമ്പോൾ വരുന്നില്ല, ഓടിപ്പോവാം. അവസാനം കുഞ്ഞിക്കിളിയുടെയൊക്കെ കഥ പറഞ്ഞ് അവങ്ങനെ വരും. അവന് ഇഷ്ടം ഇങ്ങനെ കഥ കേൾക്കാനായിട്ട്. അപ്പം അങ്ങനെ ഹെൻസുവിന് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറ് കഴിക്കാൻ പോണേ. ബോട്ടി കറി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ബോട്ടി കറി റെഡിയായി അപ്പം തന്നെ ചോറ് കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ കാണാമായിരുന്നു, കണ്ണൂർ സ്കോഡ്. അത് സിനിമ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നില്ലേ. അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോൾ നല്ല മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് പപ്പടവട വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ അതല്ലാണ്ട് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായി ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതും ഇരുന്ന് കഴിച്ചു. പടം നല്ല അടിപൊളിയാട്ടെ, എനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങളുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒരു 3 മണി ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ വീട്ടിലിട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കാറിൽ കയറിയിരുന്നത്. ഡ്രസ്സ് മാറാനൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വെല്ലിപ്പാലെത്തി. അപ്പോൾ ബോംബെ വാല കഫേന്ന് ഞങ്ങളപ്പോൾ നെല്ലിക്ക കാന്താരി ഒരു കുപ്പിയാണ് വാങ്ങാൻ പറഞ്ഞേക്കണത് അനിയനോട്. അപ്പോൾ അനിയൻ വാങ്ങാനായിട്ട് പോയേക്കാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ കാറിൽ വെയിറ്റ് ചെയ്തിരുന്നു. അനിയൻ അപ്പോൾ ഒരു കുപ്പി നെല്ലിക്ക കാന്താരി ആയിട്ട് വന്നു.
ഇതാണ് നമ്മുടെ നെല്ലിക്ക കാന്താരി. വീട്ടിൽ വരുമ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലൊഴിച്ച് കുടിക്കുക. ഇതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. ഇത് നമുക്ക് സോഡയടക്കം നിറച്ച് കിട്ടണതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ. ഇത് അധികം കൂടെ നല്ല കുടിക്കണത്. എന്നാലും നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് കുടിക്കാനുള്ളൊരു ആഗ്രഹം, അങ്ങനെ കുടിക്കണതാണ്. അങ്ങനെ നമ്മുടെ മന്ദാരക്കടവ് എത്തിയിട്ടോ. മന്ദാരക്കടവിൽ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതേ ആൻറ്റി അച്ഛനൊക്കെ പഴംപൊരി കഴിക്കുക. ഞാനും പഴംപൊരി തന്നെയാണ് ബുക്ക് ചെയ്തേക്കണം. ഞാനും പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ എൻ്റെ ഹോർലിക്സ് ചായ എത്തി. അപ്പോൾ അങ്ങനെ ഞാൻ ഹോർലിക്സ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട്ടോട് കൂടിയുള്ള ചായയാണ്. അപ്പം അങ്ങനെ ബാക്കി നമ്മളെ വീട്ടിലുള്ളവർക്കും പാഴ്സൽ പറഞ്ഞിട്ടുണ്ടായി. പരിപ്പ് വടയാണ് പറഞ്ഞത്. അങ്ങനെ വീട്ടിലുള്ളവർക്കും പാഴ്സൽ വാങ്ങി ഞങ്ങൾ തിരിച്ച് പോവാണ്. എവിടേക്കാണെന്നറിയോ? പാല് വാങ്ങാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേ. ഇത് നമ്മുടെ ആറാട്ടുപുഴ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം മന്ദാരക്കടവ്. അപ്പോൾ അവിടെ നല്ല ഒരു ഫേമസ് അവിടുത്തെ ചായ. അപ്പോൾ ആരെങ്കിലും ഇവിടെ തൊട്ടടുത്ത് ഉള്ളവരുണ്ടെങ്കിൽ ചായയൊക്കെ കുടിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞോളോ. എൻ്റെ വ്ളോഗിലൊക്കെ കമൻറ്റ് ഇട്ടോളാം. പിന്നെ ഇവിടെ ഈ വഴിയിൽ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന ഈ കടയിൽ, ഇതാണ് നമ്മുടെ ബജി കട. ഇവിടെ നല്ല ബജികൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, ഈ വഴി കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളാം. അപ്പോൾ ഇത് നമ്മുടെ ആറാട്ടുപുഴ ഭാഗമാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തേക്കണത്. പിന്നെന്താ, പിന്നെ ഞങ്ങൾ അന്ന് ചായ കുടിക്കാൻ പോയിരുന്നപ്പോൾ ദേശവിളക്കൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ആ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പാല് വാങ്ങാനുള്ള സ്ഥലം എത്തിയിട്ടോ. അതും ഈ ആറാട്ടുപുഴ സൈഡ് തന്നെ നമ്മൾ പാല് വാങ്ങണം. അപ്പം അങ്ങനെ പാല് വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ഇതോടുകൂടി റോഡ് ട്രിപ്പിൻ്റെ പാർട്ട് 1 എന്ന വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ. പിന്നെ നിങ്ങളുടെ എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതിനേക്കാൾ മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. അങ്ങനെ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.